ബി.ജെ.പിയുടെ പതിറ്റാണ്ടുകളുടെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ബി.ജെ.പി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുടെ കഥകളൊക്കെ, അഴിമതി ആരോപണങ്ങളൊക്കെ കൃത്യമായിട്ട് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ആരായിരിക്കും അടുത്ത മേയർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. മേയർ പോലെയുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു പദവിയിലേക്ക് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ബന്ധമുള്ള ഒരാളെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ. ആര്യ രാജേന്ദ്രന് ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള ഒരു ഇമേജ് എന്താണോ ആ ഒരു ഇമേജിലേക്ക് തന്നെയായിരിക്കും ഈ ശ്രീലേഖ IPS പോവുക എന്നുള്ളൊരു യാഥാർത്ഥ്യം ബി.ജെ.പി മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥന. ബി.ജെ.പിയെ സംബന്ധിച്ചിട്ട് ബി.ജെ.പിക്ക് തിരുവനന്തപുരം മേയറാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്വക്കേറ്റ് VV രാജേഷാണ്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി വലിയ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാം? ബി.ജെ.പിയുടെ പതിറ്റാണ്ടുകളുടെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു പക്ഷേ ബി.ജെ.പി വിജയിക്കില്ല, അല്ലെങ്കിൽ ബി.ജെ.പി അകറ്റി നിർത്തും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ഒരു സ്പേസിൽ നിന്നുമാണ് ബി.ജെ.പി 50 സീറ്റ് എന്ന മാജിക്കൽ ഫിഗറിലേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരെ പല പ്രാവശ്യം പല ആളുകൾ പല വേദികളിലൊക്കെ വിമർശിച്ചിട്ടുണ്ട് എങ്കിലും, അദ്ദേഹത്തിന് പല സമയങ്ങളിലും ചില വാക്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അത് ഒരു കേരളത്തിനൊരു പുതിയ കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സമയങ്ങളിലും എന്താണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്, പല സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് വിജയിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ കോന്നിയാണെങ്കിലും മഞ്ചേശ്വരത്താണെങ്കിലും നിയമസഭാ സീറ്റുകളുടെ കാര്യമാണ് പറയുന്നത്, നേമമായിരുന്നെങ്കിലും കഴക്കൂട്ടമായിരുന്നെങ്കിലും അങ്ങനെ ഒട്ടനവധി നിയമസഭാ സീറ്റുകളിലൊക്കെ വിജയിക്കാനായിട്ട് സാധ്യതകൾ ഉണ്ടായിരിക്കുന്ന സമയത്തും ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെ കുറവ്, ആ കുറവ് മൂലമാണ് പലപ്പോഴും ബി.ജെ.പി അവിടെ പരാജയപ്പെട്ടു പോയിരുന്നത്. പക്ഷേ ആ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് സ്കില്ല് അത് ബി.ജെ.പിക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു വൻ വിജയമായി മാറിയിരിക്കുന്നു. അതിന് പിന്തുണയുമായിട്ട് അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള, ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള, MT രമേശ് ഉൾപ്പെടെയുള്ള എൻറ്റയർ ബി.ജെ.പി നേതാക്കളുടെ ഒരു ടീം തന്നെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. പ്രത്യേകിച്ച് എസ് സുരേഷ് എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയൊക്കെയാണ് അവിടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് വളരെ സജീവമായിട്ട് തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുൻപിട്ട് നിന്നിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ബി.ജെ.പി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുടെ കഥകളൊക്കെ, അഴിമതി ആരോപണങ്ങളൊക്കെ കൃത്യമായിട്ട് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അതിൻ്റെയൊക്കെ ഒരു ബാക്കിപത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് 50 സീറ്റുകൾ നേടി ബി.ജെ.പിക്ക് അധികാരത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നിൽ തന്നെ CPM ഉണ്ട് 29 സീറ്റ്. 29 സീറ്റ് കൊണ്ട് ഏകദേശം 21 സീറ്റിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നിസ്സാര വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. CPM-ന്റെ മുൻ കൗൺസിലർമാർ വരെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെതിരെ വിമർശനങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാലും CPM-നെ സംബന്ധിച്ചിട്ട് CPM-ന് തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്ന ഒരു നിസ്സാര പരാജയമല്ല, ഒരു വൻ പരാജയമാണ് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. അതുകൂടാതെ ജില്ലാ പഞ്ചായത്തിലേക്ക് CPM ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത് എങ്കിലും അവിടെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള മുന്നേറ്റത്തെയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം അവിടെ നടന്നിട്ടുള്ള ഒരു ത്രികോണ മത്സരം ആണ് എന്നുള്ള സത്യം കൂടി നമ്മളിനി അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അത് 19 സീറ്റിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇത് കൂടാതെ തന്നെ ശശി തരൂരിന്റെ ഒരു രണ്ടും ഘട്ട നിലപാട്, ആ രണ്ടും ഘട്ട നിലപാട് ഉണ്ടാകാതിരുന്നു എങ്കിൽ ഒരു പക്ഷേ രണ്ടാമതെത്തുവാനായിട്ടും കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. ശശി തരൂരാണ് തിരുവനന്തപുരത്തുള്ള MP എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശശി തരൂർ എന്താണ് ആഹ്വാനം നടത്തിയിരുന്നത്? നിങ്ങൾ ചിഹ്നം നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. ആ ആഹ്വാനം കൂടി നടത്താതിരുന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് 2ാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഇത് കൂടാതെ തന്നെ ഇനി ബി.ജെ.പിയെ സംബന്ധിച്ചിട്ട് വരുന്ന 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു 6 മാസം നഗരസഭാ ഭരണം കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ഒരു വെല്ലുവിളി ബി.ജെ.പിക്ക് മുമ്പിലുണ്ട്. ആരായിരിക്കും അടുത്ത മേയർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അതിനകത്ത് 2 ആളുകളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്
ശ്രീ വി രാജേഷും അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖ IPS. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മേയർ പോലെയുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു പദവിയിലേക്ക് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ബന്ധമുള്ള ഒരാളെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ. മറിച്ച് ഒരു ശ്രീലേഖയെ സംബന്ധിച്ച് അവരൊരു IPS ഉദ്യോഗസ്ഥയാണ്. ശാസ്ത്രമംഗലത്തു നിന്നുമാണ് അവർ വിജയിച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിലൊക്കെ അവർ പിന്നോട്ടക്കം പോയിരുന്നുവെങ്കിലും പിന്നീട് അവർ മുന്നിലേക്ക് വരികയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ അവർ നടത്തിയിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഈ ഇലക്ഷൻ സമയങ്ങളിൽ തന്നെ അവർ നടത്തിയിട്ടുള്ള വിവാദപരമായ പ്രസ്താവനകളും കാര്യങ്ങളും ഏറ്റവും ഒടുവിൽ അവർ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പ്രീപോൾ സർവേ ഒക്കെ വലിയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആർ ശ്രീലേഖയ്ക്ക് തിരുവനന്തപുരം മേയർ ആവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയോട് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്, നിങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തോ കഴക്കൂട്ടത്തോ ഒക്കെ വിജയിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് ഒരു കാരണവശാലും കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അവരുടെ ജീവിത രീതിയുടെ അല്ലെങ്കിൽ ജീവിത ശൈലിയുടെ ഭാഗമാണ്. അവരൊരു IPS ഉദ്യോഗസ്ഥയാണ്. ഒരു IPS ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിട്ട് അവർ കീഴുദ്യോഗസ്ഥരോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത്, ആ പോലീസിലെ ചട്ടങ്ങൾ എന്തായിരുന്നോ ആ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് സാധാരണ സിവിലിയൻസിന്റെ അടുത്ത്, സാധാരണക്കാരായിട്ട് ജനങ്ങളുടെ അടുത്ത് ഒന്നും ചെന്ന് കഴിഞ്ഞാലായിട്ട് അവർ അംഗീകരിക്കത്തില്ല. ആര്യ രാജേന്ദ്രന് ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള ഒരു ഇമേജ് എന്താണോ ആ ഒരു ഇമേജിലേക്ക് തന്നെയായിരിക്കും ഈ ശ്രീലേഖ IPS പോവുക എന്നുള്ളൊരു യാഥാർത്ഥ്യം BJP മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥന. അതേസമയം നമ്മൾ വി രാജേഷിലേക്ക് വരുന്ന സമയത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കകത്താണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുണ്ടാവും, ഗ്രൂപ്പുകൾ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറയുകയാണ് വി രാജേഷിനെതിരെ ഇപ്പോൾ തന്നെ ചില ആരോപണങ്ങളൊക്കെ ആയിട്ട് BJPക്ക് അകത്തു നിന്നുള്ള ചില ആളുകൾ തന്നെ രംഗത്ത് വന്നേക്കാം. പക്ഷേ BJPയെ സംബന്ധിച്ചിട്ട് BJPക്ക് തിരുവനന്തപുരം മേയറാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്വക്കേറ്റ് വി രാജേഷാണ്. വിദ്യാസമ്പന്നനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. BJP സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. വളരെയധികം കാലം BJPക്ക് വേണ്ടിയിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്ന് വളരെ നല്ല രീതിയിൽ BJPക്ക് വേണ്ടിയിട്ട് സംവദിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ശ്രീ വി രാജേഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വി രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ട് നിയമിക്കുന്നതിലൂടെ BJP നടത്താൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായിരിക്കും. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്നത് ശ്രീ വി രാജേഷ് മേയറായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാലാണ്. മറിച്ച് അപ്പോൾ ഈ ആർ ശ്രീലേഖയെ ഇപ്പോൾ IPSനെ പോലെയുള്ള ഒരാളെ മേയറാക്കി വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇവരുമായിട്ടൊരു ആക്സസ് ഉണ്ടാവണ്ടേ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടതല്ല. കാരണം പൊതുജനങ്ങൾക്ക് ഇവരുമായിട്ടൊരു ആക്സസ് ഉണ്ടാവണം. ഇന്ന് തന്നെ CPMന്റെ ഒരു കൗൺസിലർ മുൻ മേയറായിട്ട് ആര്യ രാജേന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെ തങ്ങളുടെ ഓഫീസിൽ, അതായത് മേയർ ഓഫീസിൽ സൃഷ്ടിച്ചെടുത്തു എന്നതിനപ്പുറത്തേക്ക് കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തതാണ് ഒരിക്കലും എന്തെല്ലാം പ്രതിസന്ധികളിലും ഇടതുപക്ഷത്തെ കൈവിടാത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനായിട്ടുള്ള കാരണമെന്ന് പരസ്യമായിട്ട് വന്ന് പറയുമ്പോൾ അത് BJP ഒരു സൂചനയായിട്ട് എടുക്കേണ്ടതാണ്. ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന വി രാജേഷിനെ പോലെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ട് വരേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ വി രാജേഷ് പൂജപ്പറയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണ അദ്ദേഹം കൊടുങ്ങാനൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത്. BJPയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ഇതിനു മുമ്പ് യുവമോർച്ചയുടെ സംസ്ഥാന തലത്തിലെ മുഖമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു അദ്ദേഹം. നല്ല വാക്ചാരുതയോടുകൂടി സംസാരിക്കാനായിട്ട് ശേഷിയുള്ള ആളാണ്. ഹിന്ദി ഭാഷ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന സമയത്ത് ഷാളിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് BJP സ്വപ്നം കണ്ടതുപോലെ വി രാജേഷ് ആയിരിക്കണം എയർപോർട്ടിലേക്ക് പോകേണ്ടത്. മറിച്ച് ആർ ശ്രീലേഖ IPSനെ പോലെ ഉള്ള ഒരാളെ വീണ്ടും മേയറാക്കിക്കൊണ്ട് രാഷ്ട്രീയ വിഡ്ഢിത്തരത്തിലേക്ക് BJP പോകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാ തീരുമാനങ്ങളും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു വനിത എന്നൊക്കെയുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു സിവിൽ സർവീസിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തി എന്നൊക്കെയുള്ള നിലയിലുള്ള പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ആർ ശ്രീലേഖയെ മേയറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPയുടെ തന്നെ കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. വി രാജേഷിനെ പോലെ ജനങ്ങളുമായി ബന്ധമുള്ള സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരിചയമുള്ള ഒരാൾ തന്നെയാണ് മേയറായിട്ട് വരേണ്ടത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇപ്പോൾ നേടിയിട്ടുള്ള ഒരു മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് പോകുവാനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടി സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് തന്റെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട, ഏതൊരു പാർട്ടിയിലും എതിർ ഗ്രൂപ്പുകാരുണ്ടാവുമല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് BJPയിലും ഒരുപാട് ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ വി രാജേഷ് തന്നെയാണ് തിരുവനന്തപുരത്ത് ആപ്റ്റായിട്ടുള്ള മേയർ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറിച്ച് ആർ ശ്രീലേഖയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും
വിവാദങ്ങളുടെ കുത്തൊഴുക്കായിരിക്കും എന്നുള്ള കാര്യം BJP മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാം. ഏതൊക്കെയായാലും വൻ വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJPയെ നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാം എന്നാണ് പറയാനുള്ളത്.